എല്ലാവർക്കും നമസ്കാരം. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 അന്തിമ വിധി വരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല. നീ നോക്കിക്കോ, ഞാൻ അതിപ്പിടിച്ച് കേറും. വളരെ 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 നന്ദി. താങ്ക് യു സോ മച്ച്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അന്തിമ വിധി ഡിസംബർ 8 നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറയും. കാര്യങ്ങളും ചർച്ച ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാരണം എനിക്ക് മറ്റാരേക്കാൾ കൂടുതൽ ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. പൾസർ സുനി ഒന്നാം പ്രതി തന്നെ. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. 2017 ഫെബ്രുവരിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് മലയാളത്തിലെ യുവനടി ആക്രമിക്കപ്പെട്ടത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന വിധി തന്നെയാണ്. വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഒരു കാലത്ത് ദിലീപ് ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അത് തിരിച്ചു പിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡിസംബർ 8 വിധി, 18 ബബബ റിലീസ്. എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഉദയസൂര്യനെ പോലെ ദിലീപ് ഉയർന്നു വരും എന്നു തന്നെയാണ് ആരാധകർ പറയുന്നത്. നിലവിൽ 8ാം പ്രതിയാണ്. അതിൽ നിന്നും ഒഴിവാക്കിയാൽ മാത്രമേ രക്ഷപ്പെടാനാകൂ. കൊട്ടേഷൻ കൊടുത്തത് തെളിഞ്ഞാൽ 8ാം പ്രതി എന്നത് 2ാം പ്രതി ആകാനും സാധ്യതയുണ്ട്. എന്തായാലും ദിലീപിന്റെ ഭാവി ഡിസംബർ 8 അറിയാം. ദിലീപിനെ നിരപരാധിയായി കോടതി വെറുതെ വിട്ടാൽ പണ്ട് ഒരു നിരൂപകൻ പറഞ്ഞതുപോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ പിന്നീട് കാൽച്ചുവട്ടിലെ ഒലിച്ചുപോയ മണ്ണോട് കൂടി തന്നെ തിരിച്ചു വരാൻ അറിയാവുന്ന ഒരു മാന്ത്രികത ദിലീപിനറിയാം. പക്ഷേ മറിച്ചാണെങ്കിൽ ദിലീപ് എന്ന നടന്റെയും വ്യക്തിയുടെയും ജീവിതം വിസ്മൃതിയിലാകും. 57 വയസ്സ് കഴിഞ്ഞ ദിലീപിന് പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഡിസംബർ 8 എന്താണ് സംഭവിക്കുക? ദിലീപ് കുറ്റവിമുക്തനാകുമോ? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.